നമസ്കാരം. ഇന്ന് നമ്മളൊന്ന് വിശദമായി നോക്കാൻ പോകുന്നത് നിവിൻ പോളി എന്ന നടനെക്കുറിച്ചാണ്. ആ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയം. അതെ, കാരണം പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ് ഈ സിനിമകളിലൂടെ നമ്മുടെയൊക്കെ ഇഷ്ടം പിടിച്ചുപറ്റിയ ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ആ കറുത്ത ഷർട്ടും മുണ്ടുമിട്ടുള്ള ജോർജിന്റെ വരവ്. ഓ, അതൊരു തരംഗം തന്നെയായിരുന്നു. അതെ, അത് നമുക്കാർക്കും മറക്കാൻ പറ്റില്ല, അല്ലേ? പക്ഷേ നമ്മൾക്ക് കിട്ടിയ ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ ചിത്രം ആകെ മാറിയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു വശത്ത് സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നു. മറുവശത്ത് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന റോളുകൾ വളരെ കടുപ്പമേറിയ, ആരും പ്രതീക്ഷിക്കാത്ത തരം റോളുകൾ. അതെ, റെഡിറ്റിലൊക്കെ ആരാധകർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, വാട്ട് ഹാപ്പൻ ടു നിവിൻ പോളി എന്ന്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് വെറുമൊരു വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കല്ല. അല്ല, മറിച്ച് ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഒരു നിർണായകമായ ഘട്ടമാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്. നമ്മൾ ശരിക്കും രണ്ട് നിവിൻ പൗളിമാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, നമ്മളെല്ലാം ആഘോഷിച്ച ആ ഒരു ചോക്ലേറ്റ് ഹീറോ. അതെ. രണ്ട്, നടനെന്ന നിലയിൽ വളരാൻ ശ്രമിക്കുന്ന, പുതിയ വഴികൾ തേടുന്ന ഇന്നത്തെ നിവിൻ. പ്രേമത്തിലെ കാമുകനിൽ നിന്ന് ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിലെ വില്ലനിലേക്കുള്ള ദൂരം. അത് വളരെ വലുതാണ്. ആ യാത്രയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം തുടങ്ങാം. ആ പഴയ നിവിൻ പോളി. തട്ടത്തിൻ മറയത്ത സിനിമയിലെ വിനോദ്, നേരം സിനിമയിലെ മാത്യു, പിന്നെ ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടൻ. കുട്ടൻ. ആ കഥാപാത്രത്തെ ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും. അത്രയ്ക്കും നിഷ്കളങ്കനായ ഒരാൾ, ഒരു അയൽപ്പക്കത്തെ പയ്യൻ. കറക്റ്റ്. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നയാള്. അതെ. ഈ ഇമേജിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു പ്രേമം. അതോടെ നിവിനൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് തന്നെ ഉയർന്നു. തീർച്ചയായും. പക്ഷേ ഇവിടെയാണ് ഒരു നടന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം. അതെന്താണ്? പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചോക്ലേറ്റ് ഹീറോ ഇമേജ്, അത് തന്നെയായിരുന്നു ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ കെണിയും. ഓ, ഓക്കെ. ഒരു നടന് എപ്പോഴും ഒരേപോലുള്ള റോളുകൾ ചെയ്യാൻ പറ്റില്ലല്ലോ, വളർച്ച വേണം. അപ്പോ അവിടെയാണ് നിവിൻ ട്രാക്ക് മാറ്റാൻ തീരുമാനിക്കുന്നത്. ഹേ ജൂഡ് പോലുള്ള സിനിമകൾ. അതെ, മാനസികമായി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ജൂഡ് എന്ന കഥാപാത്രം അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നില്ല. ഇല്ല. പക്ഷെ അതിലെ അഭിനയം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ആ മാറ്റത്തിന്റെ ആദ്യത്തെ സൂചനയായിരുന്നു അത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിലും വലിയൊരു ഷോക്കായിരുന്നു ഗീതു മോഹൻദാസിന്റെ മൂത്തോൻ. ഓ, മൂത്തോൻ. ആ സിനിമയിലെ അക്ബർ എന്ന കഥാപാത്രം നമ്മൾ മുൻപ് കണ്ടിട്ടേയില്ലാത്തൊരു നിവിൻ പോളിയായിരുന്നു അത്. വളരെ ഇരുണ്ട, സങ്കീർണമായൊരു കഥാപാത്രം. അതുപോലെ തുറമുഖത്തിലെ മൊയ്തുവും. അതെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ സിനിമകളൊന്നും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. അതെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിരോധാഭാസം. ഒരു നടനെന്ന നിലയിൽ വളരാൻ ശ്രമിച്ചപ്പോൾ ഒരു താരമെന്ന നിലയിൽ തൽക്കാലത്തേക്കൊന്ന് പിന്നോട്ടു പോകേണ്ടി വന്നു. ആളുകൾക്ക് പഴയ നിവിനെ ആയിരുന്നോ കാണേണ്ടിയിരുന്നത്? ഒരുപക്ഷേ ആ പഴയ എനർജിയുള്ള, ചിരിപ്പിക്കുന്ന നിവിനെ തിയേറ്ററിൽ കാണാനായിരുന്നു പലരും ആഗ്രഹിച്ചത്. പുതിയ പരീക്ഷണങ്ങളെ അവർ പ്രശംസിച്ചു. പക്ഷെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ മടിച്ചു. അതെ. ഈ മടിയാണ് പിന്നീട് വലിയ പ്രശ്നമായതല്ലേ? രാമചന്ദ്ര ബോസൻകോയുടെ കണക്കുകൾ നോക്കൂ. 22 കോടി ബഡ്ജറ്റ്. തിയേറ്ററിൽ നിന്ന് തിരികെ കിട്ടിയത് വെറും 4.55 കോടി രൂപ. അതൊരു വലിയ സാമ്പത്തിക ദുരന്തമായിരുന്നു. മലയാളി ഫ്രം ഇന്ത്യയും പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. അതോടെ റെഡിറ്റിലൊക്കെ വലിയ ചർച്ചയായി. നിവിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പാളിപ്പോകുന്നു എന്ന്. എന്നാൽ ആ റെഡിറ്റ് ചർച്ചകളിൽ തന്നെ ഇതിനൊരു മറുപടിയുമുണ്ട്. ഓക്കെ. ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ സിനിമകളുടെയൊക്കെ തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നു എന്ന് തോന്നും. ഉദാഹരണത്തിന് കായംകുളം കൊച്ചുണ്ണി എടുക്കാം. റോഷൻ ആൻഡ്രൂസ് എന്ന വലിയ സംവിധായകൻ, വലിയ ബഡ്ജറ്റ്, ഒരു ചരിത്ര സിനിമ. തിയറിയിൽ അതൊരു ഉറച്ച ഹിറ്റാണ്. അതെ. അതുപോലെ മഹാവീര്യർ, മുൻപ് 1983 ആക്ഷൻ ഹീറോ ബിജു ഒക്കെ തന്ന എബ്രിഡ് ഷൈനിന്റെ സിനിമ. അതും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നില്ലേ? ശരിയാണ്, ആ പോയിന്റ് കറക്റ്റാണ്. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ടാണ് പ്രധാനം. അതെ. തുടർച്ചയായി പരാജയങ്ങൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പ് പിഴച്ചു എന്ന് തന്നെയല്ലേ അവർ പറയൂ? തീർച്ചയായും. ആ കാഴ്ചപ്പാട് തെറ്റല്ല. കാരണം സിനിമ അവസാനമൊരു ബിസിനസ് കൂടിയാണ്. പക്ഷെ ഒരു നടന്റെ കരിയറിനെ കുറച്ചുകൂടി ദീർഘമായി നോക്കുമ്പോൾ ഇവയെല്ലാം കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയ ചില ധീരമായ ശ്രമങ്ങളായി കാണേണ്ടിവരും. ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങാതെ പുതിയത് പരീക്ഷിക്കാനുള്ള ഒരു ശ്രമം.
ആ യാത്രയിൽ ചിലപ്പോൾ കാലിടറും. അതെ, പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് എന്തു പഠിച്ചു, അടുത്തതെന്ത് ചെയ്യുന്നു, അതാണ് പ്രധാനം. തുടർച്ചയായ പരാജയങ്ങൾ, വിമർശനങ്ങൾ. സാധാരണഗതിയിൽ ഇവിടെ ഒരു നടൻ ഒന്ന് പതറും. ഒരുപക്ഷെ പഴയ റൊമാന്റിക് കോമഡികളിലേക്ക് തിരിച്ചുപോയേക്കാം. സുരക്ഷിതമായ ഒരു വഴി തെരഞ്ഞെടുക്കും. പക്ഷെ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ കാണിക്കുന്നത് നിവിൻ ചെയ്തത് നേരെ തിരിച്ചാണെന്നാണ്. അതെ, അദ്ദേഹം കളി നടക്കുന്ന ഗ്രൗണ്ട് തന്നെ മാറ്റാൻ തീരുമാനിച്ചു. എക്സാക്ട്ലി. അതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. മലയാള സിനിമയിലെ ഈ പ്രഷറിൽ നിന്നെല്ലാം മാറി അദ്ദേഹം തമിഴ് സിനിമ എന്ന വലിയൊരു കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതും ഒരു സാധാരണ സിനിമയിലല്ല. അല്ല, ലോകേഷ് കനകരാജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് LCU, അതായത് വിക്രം, കൈദി, ലിയോ ഒക്കെ നടക്കുന്ന അതേ ലോകം. അവിടെ നായകനായിട്ടല്ല, വില്ലനായിട്ടാണ് വരുന്നത്. രാഘവ ലോറൻസിന്റെ ബെൻസ് എന്ന സിനിമയിൽ. അതെ, പ്രധാന വില്ലനായിട്ട്. ആ കഥാപാത്രത്തിന്റെ പേര് ട്വിൻ ഫിഷ് വാൾട്ടർ എന്നാണല്ലോ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. നിവിൻ തന്നെ ഈ സിനിമയെ ഒരു രക്തക്കളം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതൊരു ചെറിയ മാറ്റമല്ല. തമിഴ് സിനിമയ്ക്കു വേണ്ടി തന്റെ അഭിനയശൈലി തന്നെ മാറ്റേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു വലിയ റിസ്ക് അല്ലേ? ഇതൊരു റിസ്ക് എന്നതിനേക്കാൾ ഞാനിതിനെ കാണുന്നത് ഒരു ബ്രില്യൻ സ്ട്രാറ്റജിക് മൂവ് ആയിട്ടാണ്. അതെങ്ങനെ? ഒന്ന് ആലോചിച്ചു നോക്കൂ. മലയാളത്തിൽ തന്റെ ഹീറോ ഇമേജ് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സില് ഒരു നെഗറ്റീവ് റോളിൽ വരുന്നത്. അതൊരു പുതിയ തുടക്കം നൽകും. അതെ, അവിടെ ബോക്സ് ഓഫീസിന്റെ ഭാരം അദ്ദേഹത്തിന്റെ തലയിലല്ല. ലോകേഷ് യൂണിവേഴ്സിലെ ഒരു കഥാപാത്രം എന്ന നിലയിൽ പാൻ ഇന്ത്യൻ ലെവലില് ശ്രദ്ധ കിട്ടും. ശരിയാണ്. സ്വന്തം ഇൻഡസ്ട്രിയിലെ ഹീറോ ഇമേജിന്റെ തടവറയിൽ നിന്ന് പുറത്തുകിടക്കാനുള്ളൊരു വഴി കൂടിയാണിത്. ഏറ്റവും നല്ല വഴി. അതോടൊപ്പം തന്നെ ഭാർമ എന്നൊരു പ്രൊജക്റ്റും വരുന്നുണ്ടല്ലോ. അതൊരു വെബ് സീരീസ് ആകാനാണ് സാധ്യത എന്നാണ് റെഡിറ്റിലെ ചർച്ചകൾ. അതെ, അപ്പോ OTT പ്ലാറ്റ്ഫോമുകളിലേക്കും ഒരു ചുവടുവെപ്പ് നടത്തുന്നു. അതും ഒരു പ്രധാന നീക്കമാണ്. ഇന്ന് OTT ഒരു ബാക്കപ്പ് പ്ലാൻ അല്ല, അതൊരു പ്രധാന കളിസ്ഥലം തന്നെയാണ്. തിയേറ്ററിലെ 3 മണിക്കൂറിൽ പറയാൻ പറ്റാത്ത കഥകൾ പറയാനുള്ള ഒരിടം. ബോക്സ് ഓഫീസ് പ്രഷർ ഇല്ലാതെ അഭിനയിക്കാൻ പറ്റും. ഒരുപക്ഷെ നടന്മാർക്ക് അവരുടെ യഥാർത്ഥ റേഞ്ച് കാണിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കും ഇനി OTT. സാധ്യതയുണ്ട്. ഈ പ്രൊഫഷണൽ ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾക്കിടയിൽ ഒരു വ്യക്തിയെന്ന നിലയിലും അദ്ദേഹം ചില വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടല്ലോ. അതും നമ്മുടെ മുന്നിലുണ്ട്. 2024 അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗികാരോപണം വന്നു. പക്ഷെ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. അതോടൊപ്പം മഹാവീര്യർ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസും. നമ്മൾ ആ കേസുകളുടെ ശരിതെറ്റുകളിലേക്കൊന്നും കടക്കുന്നില്ല. വേണ്ട, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. മറിച്ച് ഈ സംഭവങ്ങൾ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണത്? ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരു സിനിമാ താരം അനുഭവിക്കുന്ന സമ്മർദ്ദം. കേസുകളുടെ വിധി എന്തുതന്നെ ആയാലും ആ വാർത്തകൾ പരക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മീഡിയ ട്രയൽ ഉണ്ടല്ലോ. അത് കരിയറിനെയും മാനസികാരോഗ്യത്തെയും വല്ലാതെ ബാധിക്കാം. തീർച്ചയായും. ഒരു പക്ഷേ സ്വന്തം ഇൻഡസ്ട്രിയിലെ ഈയൊരു സൂക്ഷ്മ പരിശോധനയിൽ നിന്നും മാറി തമിഴ് സിനിമ പോലുള്ള ഒരു പുതിയ ഇടത്തേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഇതുമുണ്ടാകാം. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഐഡന്റിറ്റി. അതെ, ചിലപ്പോൾ ഇത്തരം വ്യക്തിപരമായ പ്രതിസന്ധികളാണ് ഒരു കലാകാരനെ കൂടുതൽ ധീരമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഒരു വശത്ത് ബെൻസ് പോലുള്ള പാൻ ഇന്ത്യൻ വില്ലൻ വേഷം, മറുവശത്ത് ഫാർമയിലൂടെ OTT ലോകത്തേക്ക്. ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം ആരാധകരെ പൂർണ്ണമായും മറന്നോ എന്നു തോന്നും. കാരണം അവർക്ക് വേണ്ടത് ആ പഴയ നിവിനെയാണ്. അതെ, ആ പഴയ ചിരിയും തമാശയുമൊക്കെയുള്ള നിവിനെ. അവിടെയാണ് കഥയിലെ അടുത്ത ട്വിസ്റ്റ്. ഓക്കെ. നിവിൻ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. അദ്ദേഹം അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമകൾ നോക്കൂ. 1 സർവം മായ എന്നൊരു ഹൊറർ കോമഡി. 2 പ്രേമലും ടീമിനൊപ്പം മമിത ബൈജു നായികയാകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതൊരു റൊമാന്റിക് കോമഡിയാണ്. അപ്പോ ഇത് പഴയതിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണോ? മടങ്ങിപ്പോക്കല്ല, അതൊരു ബാലൻസിംഗ് ആണ്. ഒരു എന്താ പറയാ, ബഹുമുഖതന്ത്രം. ഒന്ന് വിശദീകരിക്കാമോ? ഒരു വശത്ത് ബെൻസ് പോലുള്ള സിനിമകളിലൂടെ ഒരു നടൻ എന്ന നിലയിൽ പുതിയ ഉയരങ്ങൾ തേടുന്നു. മറുവശത്ത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് പോലുള്ള സിനിമകളിലൂടെ ആരാധകരെയും തൃപ്തിപ്പെടുത്തുന്നു. ഇത് മാറുന്ന സിനിമാ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മികച്ച പ്ലാൻ തന്നെയാണ്. അപ്പോ ചിത്രം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി. പ്രേമത്തിലൂടെ മലയാള സിനിമയുടെ നെറുകയിലെത്തിയൊരു താരം. പിന്നീട് പരീക്ഷണങ്ങളുടെയും പരാജയങ്ങളുടെയും ഒരു ഘട്ടം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇപ്പോൾ പുതിയ കളിക്കളങ്ങളിൽ പുതിയ നിയമങ്ങളനുസരിച്ച് കളിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാൾ. അതെ,
ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തുന്നത്. എന്താണത്? ഇന്നത്തെ കാലത്ത് ഒരു താരത്തിന്റെ വിജയം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? പണ്ട് ഒരു സൂപ്പർ സ്റ്റാർ എന്നാൽ സ്വന്തം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലെ നായകനായിരുന്നു. ശരിയാണ്. പക്ഷെ ഇന്ന് സിനിമ പാൻ ഇന്ത്യനായി, ഭാഷയുടെ അതിർവരമ്പുകളൊക്കെ ഇല്ലാതായി. അങ്ങനൊരു കാലത്ത് നിവിൻ പോളി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് പോകുന്നത് ഒരു നായകനായിട്ടല്ല, മറിച്ച് ഒരു വില്ലനായിട്ടാണ്. അതെ, ആ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ഇന്നത്തെ താരസങ്കല്പത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ശരിയാണ്. അപ്പോ നമ്മളെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇന്നത്തെ കാലത്തെ സൂപ്പർ സ്റ്റാർ പദവിയെന്നത് സ്വന്തം കഥയിലെ നായകനാകുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? അതോ അതിലും വലിയ, ഒരുപാട് പേർ ഒരുമിച്ച് പറയുന്നൊരു വലിയ കഥയിലെ ആർക്കും മറക്കാനാവാത്ത ഒരു കഥാപാത്രമാവുന്നതാണോ? ഈയൊരു ചോദ്യം പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം.